ഞാൻ ഈ വർണ്ണാഭമായ വേദിയിൽ വന്നിരിക്കുന്നത് ഒരു കുട്ടിക്കഥ പറയാൻ വേണ്ടിയാണ്. എൻ്റെ കഥയുടെ പേരാണ് ആട്ടിടയൻ്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേച്ചാണ് അവർ സമൂഹത്തെ സൽവരിയിലാക്കാൻ പരിശീലിച്ചത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയൻ്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിലെ ഒരു വലിയ മലഞ്ചെരുവിൽ സഞ്ചരിക്കുകയായിരുന്നു. വരികിൽ അല്പം അകലെ ഒരു വലിയ ആട്ടിൻകൂട്ടത്തെയും അവയെ മേയ്ക്കുന്ന ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോഴേക്കും മുത്തുനബി തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ഇവർ ചോദിച്ചു, ആടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ നൽകുമോ? അപ്പോൾ ഇടയൻ പറഞ്ഞു, ഞാനൊരു വിശ്വസ്തന ഇടയനാണ്. എൻ്റെ യജമാൻ്റെ അനുവാദമില്ലാതെ എനിക്ക് ഈ ആടുകളിൽ നിന്ന് പാൽ നൽകാനാവില്ല. ഉഖബത്ത് ബിൻ അബീ മുഅയ്തിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ മുത്തുനബി ചോദിച്ചു, ഈ കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ് പറ്റിയതോ ആയിട്ടുള്ള ആടുകളുണ്ടോ എന്ന്. അപ്പോൾ ഇടയൻ പറഞ്ഞു, അതെ ഉണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് ഒന്നോരെണ്ണത്തെ അവർക്ക് കാട്ടിക്കൊടുത്തു. അതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ആട്ടിനെ വിളിച്ചു. ശേഷം അല്ലാഹുവിൻ്റെ നാമം എരിവിട്ട് അതിൻ്റെ അകടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം! പറ്റിക്കിടന്ന ആട്ടിൻ്റെ അകം മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുത്തുനബി ആ ആടിൽ നിന്ന് പാൽ കറന്നൊഴിച്ചു. ശേഷം അവർ രണ്ടുപേരും അതിവരോളം കുടിക്കുകയും ബാക്കി വന്ന പാൽ ആട്ടിനെ കുടിക്കാൻ നൽകുകയും ചെയ്തു. ആട്ടിനെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള അതിരുള്ള സ്നേഹം അത് തീരാത്തെ ചുംബിക്കുന്ന തിരമലകളെപ്പോലെ ആട്ടിനെ മനസ്സിൽ ആരിപ്പെടുന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആ പാൽ വാങ്ങി കുടിച്ചു. ശേഷം മുത്തുനബി ചൊല്ലിയ ആ ദിവ്യവചനങ്ങളും അതിനുശേഷം നടന്ന അത്ഭുതവും ആട്ടിനെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ ദിവ്യവചനം എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന്. അപ്പോൾ ഇടയൻ പറഞ്ഞു. അപ്പോൾ മുത്തുനബി വളരെ സ്നേഹത്തോടു കൂടി തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. വൈകാതെ തന്നെ ഈ ഇടയൻ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കാൻ സാധിച്ചത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സ്വഹാബിയായി തീർന്ന ഈ ആട്ടിനെ പറയാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല സ്വർഗ്ഗം കൊണ്ട് മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുട്ടിക്കഥയെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.